ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ ചൈന സൈനിക നയതന്ത്ര സംഭാഷണങ്ങൾ തുടരും. യുഎസ് ജനത തന്നിലർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കേരളത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഐപിഎൽ ക്രിക്കറ്റിലെ രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ ഹൈദരാബാദ് ഡൽഹി പോരാട്ടം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 22 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് മരണനിരക്ക് കാണിക്കുന്നത്. 18 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കോവിഡ് രോഗമുക്തി നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്നും മന്ത്രാലയം അറിയിച്ചു. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ മാർഗ്ഗനിർദ്ദേശപ്രകാരമുള്ള പരിശോധന, രോഗികളെ കണ്ടെത്തൽ, അതിതീവ്ര അവസ്ഥയിലുള്ള രോഗികൾക്ക് നൽകുന്ന ഫലപ്രദമായ ചികിത്സ എന്നിവയിലൂടെയാണ് ഈ നേട്ടം കരസ്ഥമാക്കാൻ സഹായിച്ചത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.49% ഉയർന്നു. 24 മണിക്കൂറിനുള്ളിൽ 49,000-ത്തിലധികം രോഗികൾ സുഖം പ്രാപിച്ചുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആകെ രോഗമുക്തർ 78,68,000 നിലവിൽ രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 5,12,000 ആകെ പോസിറ്റീവ് കേസുകളുടെ 6.03% മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. പുതുതായി 45,674 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 85 ലക്ഷത്തിലധികമാണ്. മരണനിരക്ക് 1.48%. ഇത് ആഗോളതലത്തിൽ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. 559 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1,26,121. കേരളത്തിൽ നിലവിൽ 83,261 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. ഇന്നലെ സംസ്ഥാനത്ത് 7,201 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും 7,120 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. 28 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കേരളത്തിൽ കോവിഡ് മരണം 1,668. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,26,00,000 കവിഞ്ഞു. 12,56,000 പേർ ഇതിനകം കോവിഡ് ബാധിച്ച് മരിച്ചു. 1,34,00,000 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. 3.5 കോടി പേർ കോവിഡ് മുക്തരായി. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ ചൈന സൈനിക നയതന്ത്ര സംഭാഷണങ്ങൾ തുടരും. ഇരു രാജ്യങ്ങളും തമ്മിൽ ചുഷുളിൽ ചേർന്ന 8ാമത് കമാൻഡർ തല ചർച്ചയിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി സുരേഷ്. അതിർത്തി പ്രദേശങ്ങളിലെ പടിഞ്ഞാറൻ മേഖലയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇരുപക്ഷത്തുനിന്നും ആത്മാർത്ഥവും ശക്തവുമായ അഭിപ്രായങ്ങൾ ഇന്ത്യയും ചൈനയും പരസ്പരം കൈമാറി. ഇരു രാഷ്ട്രങ്ങളുടെയും നേതാക്കൾ എത്തിച്ചേർന്ന സമവായ ആശയങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. മുൻനിരയിലുള്ള സൈനികർ എപ്പോഴും സംയമനം പാലിക്കണം. തെറ്റിദ്ധാരണയും തെറ്റായ നിഗമനങ്ങളും ഒഴിവാക്കുവാൻ ധാരണയായതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൈനിക നയതന്ത്ര മാർഗത്തിലൂടെ സംഭാഷണവും ആശയവിനിമയവും തുടരാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. കൂടിക്കാഴ്ചകളിലൂടെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും. സുപ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്താനും പരസ്പരം പ്രേരിപ്പിക്കും. വൈകാതെ അടുത്ത കമാൻഡർ തല കൂടിക്കാഴ്ച നടത്തുവാനും ധാരണയായി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കും. 614 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. സാർനാഥ് ലൈറ്റ് ആന്റ് സൌണ്ട് ഷോ, ലാൽ ബഹാദൂർ ശാസ്ത്രി ആശുപത്രിയുടെ നവീകരണം, വാരാണസി നഗരത്തിൽ നടപ്പാക്കുന്ന സ്മാർട്ട് ലൈറ്റിംഗ്, ധാന്യ സംരക്ഷണ കേന്ദ്രം തുടങ്ങി നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. ബിജെപിയുടെ മുതിർന്ന നേതാവ് എൽ.കെ. അദ്വാനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിന ആശംസകൾ അറിയിച്ചു. രാജ്യവികസനത്തിൽ അദ്വാനി സുപ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചു. അദ്വാനിയുടെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആശംസ നേർന്നു. കഠിനാധ്വാനത്തിലൂടെയും നിസ്വാർത്ഥ സേവനത്തിലൂടെയും രാജ്യവികസനത്തിന് സംഭാവന നൽകിയ നേതാവാണ് അദ്വാനിയെന്ന് അദ്ദേഹം പറഞ്ഞു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും അദ്വാനിക്ക് ആശംസ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. യുഎസ് ജനത തന്നിലർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. കോവിഡിനെ നേരിടാൻ വൈറസ് ടാസ്ക് ഫോഴ്സിനെ പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ ബൈഡൻ അറിയിച്ചു. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന 538 അംഗ ഇലക്ടറൽ കോളേജിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ബൈഡന് 279 അംഗങ്ങളായി. ഭൂരിപക്ഷത്തിന് 270 ആണ് വേണ്ടത്. 28 വർഷത്തിനിടെ രണ്ടാം അംഗത്തിൽ പരാജയപ്പെടുന്ന ആദ്യ പ്രസിഡന്റാണ് ട്രംപ്. കോവിഡ്, സമ്പദ്വ്യവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, വംശീയത തുടങ്ങിയ കാര്യങ്ങളിൽ നിർണായക തീരുമാനം ബൈഡന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ജോ ബൈഡന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കോവിഡിനെതിരെയുള്ള പോരാട്ടമാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാകുന്ന ആദ്യ വനിതയാണ് ഇന്ത്യൻ വംശജ കമല ഹാരിസ്. പല കാര്യങ്ങൾക്കും പുതുതായി തുടക്കമിടാൻ കഴിയുമെന്നും നമുക്ക് ഒരുമിച്ച് നീങ്ങാമെന്നും കമല ഹാരിസ് ട്വീറ്റ് ചെയ്തു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് ഭാവിയിൽ ലോകത്തെ കൂടുതൽ സമാധാനപരവും സമൃദ്ധവുമാക്കാൻ സാധിക്കുമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രത്യാശ പ്രകടിപ്പിച്ചു. യുഎസ് വൈസ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സംഭാവനയാണ് ജോ ബൈഡൻ അർപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. വ്യക്തമായ ദിശാബോധം നൽകി അമേരിക്കൻ ജനതയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജോ ബൈഡൻ നിലകൊള്ളുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡനെയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും ലോക നേതാക്കൾ അഭിനന്ദിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, വ്യാപാരം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രതികരിച്ചു. ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കലും ഇരുവരെയും അഭിനന്ദിച്ചു. നിരവധി വെല്ലുവിളികളാണ് മുന്നിലുള്ളതെന്ന് അഭിനന്ദന സന്ദേശത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ചൂണ്ടിക്കാട്ടി. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്തേ അൽ സിസി തുടങ്ങിയവരും ഇരുവരെയും അഭിനന്ദിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥന തുടങ്ങി. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണ്ണയം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം 12 മുതലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള സ്ഥാനാർത്ഥികളുടെ ഗൃഹപര്യടനം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കൂടുതൽ സജീവമായി. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിയന്ത്രണങ്ങൾ നിലവിലുള്ളതിനാൽ ഗൃഹസന്ദർശനം 1-2 പേർക്കൊപ്പം മാത്രമാണ്. ഐപിഎല്ലിൽ ഇന്ന് അബുദാബിയിൽ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-ന് കളി ആരംഭിക്കും. ഈ മത്സരത്തിലെ വിജയി ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. കോവിഡ് സാഹചര്യത്തിൽ രാജ്യത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളുടെ എണ്ണം 21-ൽ നിന്ന് 10 കുറച്ചതായി കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി. കേരളത്തിൽ നെടുമ്പാശ്ശേരി മാത്രമായിരിക്കും ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ്. ഇന്ത്യൻ നയതന്ത്രജ്ഞ വിദിഷ മൈത്രയെ ഐക്യരാഷ്ട്രസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബജറ്ററി ചോദ്യങ്ങൾക്കായുള്ള ഉപദേശക സമിതിയിലേക്ക് തിരഞ്ഞെടുത്തു. അംഗരാജ്യങ്ങളുടെ ശക്തമായ പിന്തുണയോടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ കാര്യനിർവഹണ രംഗത്തെ സുപ്രധാന സമിതിയിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യ ഈ ഉത്തരവാദിത്തം ഗൌരവത്തോടെ കാണുന്നതായും ഇന്ത്യയോട് കാണിച്ച വിശ്വാസത്തിൽ നന്ദി അറിയിക്കുന്നതായും യുഎന്നിന്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി.എസ്. ത്രിമൂർത്തി പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ദീപാവലിക്ക് ശേഷം ഹയർ സെക്കൻഡറി സ്കൂളുകൾ തുറക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ക്ലാസുകൾ ആരംഭിക്കും. കോവിഡ് സുരക്ഷാ മുൻകരുതലുകൾ കർശനമായി ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ക്ലാസുകളെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറഞ്ഞു. ആഗോള സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ കൊറോണയുടെ മറ്റൊരു തരംഗത്തിന്റെ സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ദീപാവലിക്ക് ശേഷം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ ചൈന സൈനിക നയതന്ത്ര സംഭാഷണങ്ങൾ തുടരും. യുഎസ് ജനത തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കേരളത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഐപിഎൽ ക്രിക്കറ്റിലെ രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ ഹൈദരാബാദ് ഡൽഹി പോരാട്ടം ഇന്ന്.
വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.